IPL മാച്ച് നമ്പർ 39 ഇന്ന് കൊൽക്കത്തയിലേക്ക് പോകുമ്പോൾ ഹോം ടീമായ കൊൽക്കത്ത ഗുജറാത്തിനായിരിക്കും നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് ഈ മത്സരത്തിന്റെ ഒരു കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി ഇതുപോലെ കൂടുതൽ IPL വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഏറ്റവും ആദ്യം പിച്ച് റിപ്പോർട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി 7:30 മുതൽ കൊൽക്കത്തയിലെ ഈഡൻ ഗാർഡൻസിൽ വെച്ചായിരിക്കും ഈ മത്സരം നടക്കാൻ പോകുന്നത്. നോർമലി ഇതൊരു ഹൈ സ്കോറിംഗ് ഗ്രൗണ്ട് ആണെങ്കിലും ഈ വർഷം സ്പിന്നേഴ്സിന് സപ്പോർട്ടുള്ള ട്രാക്ക് കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് കൊൽക്കത്തയും പിച്ച് കുറേറ്ററും തമ്മിൽ തുടക്കത്തിൽ പ്രശ്നമുണ്ടായിരുന്നു. അതിനുശേഷമാണ് SRHനെതിരെ നടന്ന മത്സരത്തിൽ സ്പിൻ സപ്പോർട്ടുള്ള ഒരു ട്രാക്ക് കണ്ടത്. എന്നാൽ ഇന്ന് ഓപ്പോസിറ്റ് ടീമിൽ റാഷിദ് ഖാനും സായ് കിഷോറും ഉള്ളപ്പോൾ ഈ നീക്കം തന്നെ ടീം നടത്തുമോ എന്നത് കണ്ടറിയേണ്ട ഒന്നാണ്. ഇൻഫോം ബൌളിംഗ് ലൈനപ്പാണ് GTക്കുള്ളത്. ടോസ് ലഭിച്ചാൽ ചേസിംഗ് എന്ന തീരുമാനത്തിനാണ് കൂടുതൽ ചാൻസ്. ഇനി ടീമുകളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പ്രഭാത് ഇന്നും അവൈലബിൾ ആയിരിക്കില്ല. ഇതല്ലാതെ വേറെ ഇഞ്ചുറി പ്രശ്നങ്ങൾ രണ്ട് ടീമിലുമില്ല. ഗിൽ, ബട്ട്ലർ എന്നിവർക്കെതിരെ നല്ല റെക്കോർഡുള്ള നരേൻ വരുന്നതും വരുൺ ചക്രവർത്തിക്കെതിരെ നല്ല റെക്കോർഡുള്ള ബട്ട്ലർ വരുന്നതും ശ്രദ്ധിക്കേണ്ട മാച്ചപ്പാണ്. മെയിൻലി GTയുടെ ടോപ്പ് ഓർഡറും KKRന്റെ സ്പിന്നേഴ്സും തമ്മിലായിരിക്കും ഈ മത്സരം. കൊൽക്കത്തയിൽ ഗുർബാസ് അല്ലെങ്കിൽ ഡീകോക്ക്, നരേൻ ഓപ്പണിംഗ്, അജിങ്ക്യ രഹാനെ, വെങ്കടേഷ് അയ്യർ, രഘുവംശി, റിങ്കു സിംഗ്, റസൽ, രമൺദീപ് സിംഗ്, ഹർഷിത് റാണ, ആൻഡ്രിക് നോർക്കെ, വൈഭവ് അരോര, വരുൺ ചക്രവർത്തി തുടങ്ങിയ ടീമിനാണ് ചാൻസ്. ഗുജറാത്തിൽ ഗിൽ, സായ് സുദർശൻ ഓപ്പണിംഗ്, ജോസ് ബട്ട്ലർ, റദർഫോർഡ്, ഷാരൂഖ് ഖാൻ, രാഹുൽ തിവാട്ടിയ, അർഷാദ് ഖാൻ, റാഷിദ് ഖാൻ, സായ് കിഷോർ, മുഹമ്മദ് സിറാജ്, പ്രസിദ്ധ് കൃഷ്ണ, ഇശാന്ത് ശർമ്മ അല്ലെങ്കിൽ വാഷിംഗ്ടൺ സുന്ദർ തുടങ്ങിയ ടീമിനാണ് ചാൻസ്. അവസാനമായി ശ്രദ്ധിക്കേണ്ട താരങ്ങൾ വിജയ സാധ്യത എന്നിവ നോക്കിയാൽ രഹാന, നരേൻ, വരുൺ എന്നിവരെ കൊൽക്കത്തയിൽ നിന്നും ബട്ട്ലർ, സുദർശൻ, കൃഷ്ണ എന്നിവരെ GTയിൽ നിന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിജയ സാധ്യത ഗുജറാത്തിന് തന്നെയാണ് കൂടുതൽ കാണുന്നത്. ഇന്ന് ജയിച്ചാൽ 12 പോയിന്റിലേക്ക് ഗുജറാത്തിന് എത്താൻ പറ്റും. KKR ജയിച്ചാൽ 6ാം സ്ഥാനത്തേക്ക് തിരികെ എത്താൻ അവർക്കും പറ്റും.